ഒന്നും ഉണ്ടായില്ല ആക്ച്വലി. ഇപ്പൊ ചിന്തിക്കുകയാണെങ്കിൽ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈസി ആയി മാറി എന്ന് പറയാം. പഠിത്തവും എല്ലാം കോളേജും എല്ലാം പാലായിൽ തന്നെയാണ് കഴിഞ്ഞത്. അത് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ PG വന്നപ്പോഴത്തേക്കും സെന്റ് തോമസ് കോളേജിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എവറി ടൈം നമ്മൾ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു. ഇപ്പൊ കറക്റ്റ് കെട്ടിച്ചു വിട്ടത് എറണാകുളത്തേക്ക് ആയത് കാരണം പുള്ളിയോട് ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ ചോദിച്ചായിരുന്നു, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് എന്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് ഞാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു കുറെ ഇയേഴ്സ് ആയിട്ട് ഇയാൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമല്ലേ, നോ പ്രോബ്ലം, യു ക്യാൻ കണ്ടിന്യൂ എന്നുള്ള രീതിയിൽ. ആക്ച്വലി കല്യാണം കഴിഞ്ഞ ഉടനെ വർക്കൊന്നും ഇല്ലായിരുന്നു, ആർക്കും പണിയില്ലാതിരിക്കുന്നു. അപ്പം എനിക്കും ആ സമയത്ത് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായില്ല. പുള്ളി കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ല, പുള്ളി എന്നെ കാണാൻ വരുന്നതിന്റെ തലേദിവസമാണ് പുള്ളിക്കാരൻ അറിയുന്നത് ഇന്ന പോലെ മിയ എന്ന് പറയുന്ന ഒരു നടീനെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത്. പാരന്റ്സിന് അറിയായിരുന്നു, പക്ഷെ അവരങ്ങനെ പുള്ളി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കണ്ടിരുന്നു, പടമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാൾ അഭിനയിച്ചു പുള്ളി കൂടുതൽ അന്വേഷിച്ച് പോവുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മാത്രമല്ല, എന്റെ വീട്ടിലുള്ളവരും പാലയിൽ എല്ലാവരും നല്ലോണം സംസാരിക്കുകയും ചെയ്യും, ഭയങ്കര ശബ്ദവുമായിരിക്കും. നമുക്ക് വായാടി എന്നുള്ള പേര് ചിലയിടത്തു നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മിണ്ടാൻ പറ്റുള്ളൂ. ഇപ്പൊ തിരിച്ച് നമുക്കൊരു റെസ്പോൺസ് കിട്ടിയില്ലാത്തവരോട് അടുത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, നമുക്ക് വാക്സിൻ ഇല്ലാത്തവരുടെ അടുത്ത് നമുക്ക് ഏത് വായാടിക്കും ഒന്നും പറയാം, കേൾക്കാൻ തയ്യാറാപ്പില്ല. ഇല്ല, പുള്ളി അങ്ങനെ വലിയ ടോക്കറ്റീവ് പേഴ്സൺ ഒന്നും അല്ല, സംസാരിക്കും. എനിക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പറയണ്ട, മതി, നിർത്തുന്നൊന്നും ഒരിക്കലും പറയത്തില്ല എന്നൊരു കംപ്ലൈന്റ്. അല്ലാതെ വർത്താനം പറയുന്നതിനൊന്നും പുള്ളിക്ക് ഒരു ഞാനോ ഞാൻ നല്ല ഒച്ചയല്ല, എനിക്ക് നല്ലോണം ഒച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ